ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 28ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മക്കള് വൈശാചികമായ പീഡയ്ക്ക് ഇരയായ ഒരു വ്യക്തിയെ കൊണ്ട് കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് ഓർമ്മിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ഏതാനും സമയമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ നല്ല വിടുതൽ കിട്ടി, പ്രകടമായ അടയാളങ്ങളോടുകൂടെ. അങ്ങനെ വിടുതൽ കിട്ടി ആ വ്യക്തിയെ കൊണ്ട് കുടുംബാംഗങ്ങൾ സന്തോഷത്തിൽ തിരിച്ചുപോയി. അന്ന് എനിക്ക് ഈ ഇങ്ങനെയുള്ള പുതുച്ചാടന അനുഭവങ്ങളുടെ ആദ്യ നാളുകളാണ്. എനിക്കതേപ്പറ്റി കൂടുതൽ അറിയത്തില്ല. വരുന്നവരെല്ലാം ഞാൻ പ്രാർത്ഥിക്കും, പറ്റുന്നവരെ പ്രാർത്ഥിക്കും, വിടുതൽ കിട്ടിയ സന്തോഷം, കിട്ടിയില്ല പിന്നെ പ്രാർത്ഥിക്കും, കിട്ടുന്നവരെ പ്രാർത്ഥിക്കും, അങ്ങനെയാണ്. പിന്നെ ഒരു പോവുകയാണ്. പക്ഷെ അവർ അങ്ങനെ പോയി തിരിച്ച് വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അറിയിച്ചിട്ട് പിന്നെ ആ പ്രശ്നമാണ് മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വരാൻ പറഞ്ഞു. വീണ്ടും വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇതുപോലെ തന്നെ വെളിപ്പെട്ടത് പുറത്തുപോയി, ആശ്വാസം തിരിച്ചുപോയി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, അച്ഛൻ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ വീണ്ടും വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്നപ്പം പ്രാർത്ഥിച്ചിട്ട് പ്രശ്നമുള്ളതായിട്ട് കാണുന്നില്ല. കാരണം മുൻ പ്രാവശ്യങ്ങളിലെ പോലെ ബഹളം വെക്കുന്നില്ല, ഒന്ന് പറഞ്ഞു വീഴുന്നില്ല, ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ലല്ലോ, അപ്പോൾ തോന്നിയതായിരിക്കും, വീട്ടിൽ ചെന്ന് പിന്നെ ഉണ്ടെന്ന് തോന്നിയതായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ അവർ ചെന്നിട്ട് പിന്നെയും പറഞ്ഞു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ ആ വീട്ടിൽ ചെല്ലാനിട വന്നു. അങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി ആ വീട്ടിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇതുപോലെ ബഹളം കാണിച്ചു. അന്നേരം ഇറങ്ങിപ്പോകാൻ നേരത്തെ അരുവി പറഞ്ഞൊരു കമന്റ് ഇങ്ങനെയാണ്: കളിച്ച പള്ളിക്ക് വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ബഹളവും ഇല്ലല്ലോ. അതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, വീണ്ടും വീണ്ടും അച്ഛൻ്റെ പക്കലേക്ക് ഇവര് വന്നപ്പോൾ, അവസാനത്തെ പ്രാവശ്യം വന്നപ്പോൾ പള്ളിയുടെ ഗേറ്റിന്റെ പുറത്ത് വന്നപ്പോൾ ഞാൻ ഇറങ്ങി മാറി നിന്നു. എന്നിട്ട് ഇവര് തന്നെ അച്ഛൻ്റെ അടുത്ത് വന്നു. വൈശാഖ സാന്നിധ്യം ഇല്ലാതെ അച്ഛൻ പ്രാർത്ഥിച്ചൊരു കുഴപ്പമില്ല. പ്രാർത്ഥന കഴിഞ്ഞ് അവർ തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ ഞാൻ വീണ്ടും അവിടെ കൂടെ കയറി. അങ്ങനെ വന്നിരിക്കുകയാണ്. ഇത് സ്നേഹമുള്ളവരെ അല്പം നാടകീയമായിട്ട് തോന്നും, പക്ഷെ ഒരു ആത്മാവ് പറഞ്ഞു കേട്ട കാര്യമാണ്. ഇത് വളരെ യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പെട്ടെന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വൈദികന്റെ അല്ലെ കൃപയുള്ള ശുശ്രൂഷ വ്യക്തിയുടെ അഭിഷേകത്തില്, ഉപയോഗിക്കുന്ന വചനങ്ങളുടെ കരുത്തില്, അല്ലെ ഉരുവിടുന്ന ആജ്ഞാപിക്കുന്ന ഈശോയുടെ നാമത്തിന്റെ ശക്തിയില് തിന്മയുടെ അരുവികൾ പുറത്തു പോയെന്ന് വരും. പക്ഷെ അങ്ങനെ പുറത്തു പോകുന്ന അരുവികൾ സന്തോഷമായിട്ടല്ല പോകുന്നത്. മത്തായി 12:43, 42, 45 വചനം അറിയാമല്ലോ. അങ്ങനെ പുറത്തു പോകുന്ന അരുവി ആശ്വാസം കിട്ടാതെ അലഞ്ഞു നടക്കുന്നു, തിരിച്ചു കയറാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ അത് ആദ്യമായിട്ട് തിരിച്ചു കയറാൻ പരിഗണിക്കുന്നത് എവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വ്യക്തി തന്നെയാണ്. കാരണം അത് അറിയാം. നമ്മളൊരു ദൂര സ്ഥലത്ത് ഒരിക്കലൊന്ന് അറിയാവുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി ഒരു കാര്യത്തിന് വേണ്ടി പോയി, ഒരു അകലുള്ള ടൗണില് അവിടെക്കാർ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വന്നപ്പോൾ അറിയാവുന്ന ആൾക്കാർ നമ്മൾ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിച്ചു. നല്ല ഹോട്ടല്, വലിയ പണച്ചൂരൊന്നുമില്ല, നല്ല ഭക്ഷണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ പിന്നെ പിറ്റേ മാസം നമ്മൾ ആ സ്ഥലത്തൊന്ന് നമ്മൾ മറ്റൊരു കാര്യത്തിന് പോകേണ്ടി വന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ട നേരം വരുമ്പോൾ നമ്മൾ അന്വേഷിക്കും, ആ ഹോട്ടൽ എവിടെയാണ്, അടുത്തുകാരനാണോ, കഴിക്കാൻ പറ്റുമോ, നല്ല ഹോട്ടലായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നത് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ പൈശാചിക അരുവികൾ ഇറങ്ങിപ്പോയി കഴിയുമ്പം തിരിച്ചു കയറാൻ വേണ്ടി നോക്കും. അപ്പോൾ ആദ്യം പരിഗണിക്കുന്നത് എവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ആ വ്യക്തിയാണ്, ആ സ്ഥലമാണ്. കാരണം അതിനെ അറിയാം. അതാ ഈശോ മത്തായി 12:43, 44 പറയുന്നത്, ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും. അങ്ങനെ കയറാൻ നോക്കുമ്പോൾ അത് ആളൊഴിഞ്ഞ് കിടക്കുന്ന വീണ്ടും കയറും. അപ്പൊ ആളൊഴിഞ്ഞ് വീണ്ടും പറഞ്ഞ പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തിയാണ്, വീണ്ടും കയറുകയാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥന ഡെലിവറൻസിനോട് ചോദിച്ചു വരുമ്പോൾ നേരെ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കൊടുത്ത് വിടാനായിട്ട് ഒരിക്കലും ഇപ്പം ഒരുപെടാറില്ല, ഉദ്യമിക്കാറില്ല. കാരണം അതൊരു നിലനിൽക്കുന്ന വിടുതലിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. പലപ്പോഴും ആൾക്കാർ വിളിച്ചു വെച്ചാൽ ഒന്ന് ഓടി വരട്ടെ, ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുക, ഒന്ന് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുക വെച്ചാൽ ഒറ്റ പ്രാർത്ഥന 5 മിനിറ്റ് മതി വെച്ചാൽ. ഞാൻ പറയും അങ്ങനെയല്ല, നിങ്ങൾ വന്ന് ഒരു ധ്യാനം കുടിക്കുകയും അല്ല ഒരാഴ്ച ധ്യാനം കുടിക്കുക, അത് ആവശ്യമാണ്. കാരണം ഈ തിന്മയുടെ അരുവിക്ക് വ്യക്തിയിലേക്ക് കടന്നു കയറാനായിട്ട് കഴിഞ്ഞ ആഴ്ചയിലോ കഴിഞ്ഞ മാസമോ വർഷങ്ങളായിട്ടോ അവസരം ഉണ്ടാക്കി കൊടുത്ത എന്തോ തിന്മകളുണ്ട്, ചില പഴുതുകൾ തുറന്ന് കിടപ്പുണ്ട്. അതെന്താണ് തിരിച്ചറിഞ്ഞ് പിശാചിന് അവകാശമായിട്ട് ഈ വ്യക്തിയിൽ കിട്ടിയ, അവന് ക്ലെയിം കിട്ടിയ അവരുടെ ദൈവത്തിൽ തിന്മയായിരിക്കാം, അവരുടെ കുടുംബാംഗങ്ങളുടെ ചില തിന്മകളുടെ മേഖലയായിരിക്കാം, തലമുറയുടെ ഒരു തിന്മയുടെ മേഖലയായിരിക്കാം, അല്ലെങ്കിൽ അവർ താമസം വീട് വഴി ബന്ധപ്പെട്ട തിന്മകളായിരിക്കാം പഴുതുണ്ടാക്കി കൊടുത്തത്. ആ മേഖല തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാനുള്ള ഒരു പരിശ്രമം ഈ വ്യക്തി ബോധ്യപ്പെട്ടെടുക്കണം.
അതിന് സഹകരിച്ച് കൊടുക്കണം ശുശ്രൂഷ നയിക്കുന്ന വ്യക്തികൾ. അങ്ങനെ ആ തിന്മകൾ പുറത്ത് കളഞ്ഞ് അതിൻ്റെ പഴുതുകളും അടച്ച് അതിനോടൊപ്പം ഈശോയുടെ നാമത്തിന് സഭയുടെ അധികാരത്തിൽ പൗരോഹിത്യ അധികാരത്തിന് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ വിടുതലിക്ക് കൊണ്ടുവരണം. അങ്ങനെ അല്ലാതെയുള്ള ഒരു വിടുതൽ അനുഭവം നിലനിൽക്കുന്നതായിട്ട് പലപ്പോഴും കാണുന്നില്ല. എന്ന് മാത്രമല്ല, തിരിച്ചത് കിട്ടുന്നു. തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ അത് ഈശോ പറയുന്ന പോലെ 12:45 പറയുന്ന പോലെ തന്നെക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നു. അപ്പൊ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ ശോചനീയമായി തീർച്ച പറയുകയാണ്. അപ്പൊ ആദ്യത്തേനേക്കാൾ ശോചനീയമായി തീർച്ച ആദ്യം പ്രാർത്ഥന തേടി അച്ഛൻ്റെ പക്കലേക്ക് വന്നപ്പോഴുണ്ടായിരുന്ന ബന്ധനത്തിന്റെ അവസ്ഥയേക്കാൾ ദയനീയമായ 7 ഇരട്ടിയോ 8 ഇരട്ടിയോ ദയനീയമായ അവസ്ഥയിൽ ആ വ്യക്തി അവസാനിക്കും. അതിന് കാരണം ഈശോ പറയുന്നത് ഈ ദുഷിച്ച തലമുറയ്ക്ക് ഇതായിരിക്കും സംഭവിക്കുക. അപ്പോൾ ദുഷിച്ച തലമുറ, ദുഷിപ്പ്, പാപം പിശാചിന്റെ അവകാശമാണ്. അപ്പൊ എന്തൊക്കെയോ ദുഷിപ്പുകൾ ഈ വ്യക്തിരത്തിൽ കയറി കിടക്കുന്നുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് ദൂരീകരിച്ചിട്ട് വേണം വിടുതൽ കൊടുക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കുന്ന വിടുതൽ പാഴ്വേലയാവുന്നത് മാത്രമല്ല, അവർ 7 ഇരട്ടി 8 ഇരട്ടി അപകടത്തിലേക്ക് പിന്നെ പോകാൻ ഇടവരും. അത് അവരെ നിരാശയിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവർ ഈ അച്ഛന്റെ മക്കളോ ഈ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകരുടെ മക്കളോ ഒന്നും പിന്നെ സഹായത്തിന് വരികയായി. കാരണം അവിടെ ചെന്നിട്ട് നടന്നില്ല. പിന്നെ വേറെ സ്ഥലത്ത് പോകും, ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കും, പെട്ടെന്ന് വിടുതൽ കിട്ടുന്നതായിട്ട് തോന്നും. പക്ഷെ പിന്നെയും കിട്ടും. പിന്നെ വേറെ ധ്യാനകേന്ദ്രം തേടി പോകും, വേറെ അച്ഛൻ്റെ അടുത്ത് പോകും, അവിടുന്ന് വിടുതൽ കിട്ടും. പക്ഷെ പിന്നെ അത് നിലനിൽക്കുകയല്ല. പിന്നെ ആരെങ്കിലും പറയും എന്നാൽ പിന്നെ വല്ല ക്രൈസ്തവ സഹോദരങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലുണ്ടാവും, അങ്ങോട്ട് പോയാൽ അവിടെ ചെന്ന കാര്യം നടക്കും. അവരാരും പറഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ആത്മീയ സഹായം തേടി വരല് കൃത്യമായ രീതിയിൽ ദൈവരാജ്യ അനുഭവത്തിലേക്ക് കൈപിടിച്ചവരെ നയിക്കാൻ, ശുശ്രൂഷ നയിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഇങ്ങനെ വലിയ അപകടകരമായ അവസ്ഥ പോയി അവസാനിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഓടി വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒന്നല്ല, പോകേണ്ട ഒന്നല്ല വിടുതലെന്ന് പറയുന്നത്. ദൈവരാജ്യ അനുഭവത്തിലേക്ക് കയറ്റിയെടുക്കേണ്ടതാണ്. അവിടെയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നപ്പം പ്രസംഗം ആരംഭിച്ചത്, പഠിപ്പിച്ചതല്ല, ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവരായ അനുഭവത്തിൽ നമുക്ക് കടന്നു വരാണ്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹായ സംരക്ഷണവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ നിയോഗ മേഖലകളും കൂടെ പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.